വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അമേഗോ ബ്രദേഴ്സ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ് എന്നുള്ളതാണ് ആദ്യത്തെ ആൻസർ. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്, ദി ടു അമേഗോ ബ്രദേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് മെനി ഡിഫറൻസസ്. അന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വർഗസിനും ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഒരുപാട് ഡിഫറൻസസും ഉണ്ട്. വൈ ആർ ദേ കോൾഡ് അമേഗോ ബ്രദേഴ്സ്? ബിക്കോസ് ദേ ആർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ് that they felt themselves to be brothers. Why are they called Amigo brothers? Because they are so together in friendship that they felt themselves to be brothers. Both are well known and efficient boxers. രണ്ടുപേരും അറിയപ്പെടുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോക്സേഴ്സ് ആണ്. നോക്കിക്കേ, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്. സിമിലാരിറ്റീസും ഡിഫറൻസസും ചോദിച്ചാലാണ് ഇങ്ങനെ എഴുതുന്നത്. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്, ദ അമേഗോ ബ്രദേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് മെനി ഡിഫറൻസസ്. അതല്ല ചോദ്യമെങ്കിൽ, ക്യാരക്ടറാണ് ചോദ്യമെങ്കിൽ, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ് ആർ കോൾഡ് ദ അമേഗോ ബ്രദേഴ്സ് because they are so together in friendship that they felt themselves to be brothers. അങ്ങനെ വേണം എഴുതാനായിട്ട്. And they are well known and efficient boxers. രണ്ടുപേരും അറിയപ്പെടുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോക്സേഴ്സ് ആണ്. And they have many physical differences. രണ്ടുപേർക്കും ശാരീരികമായിട്ടുള്ള ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. നോക്കിക്കേ, അന്റോണിയോ ഈസ് ഫെയർ, ഫെലിക്സ് ഈസ് ഡാർക്ക്. അന്റോണിയോ ഫെയർ ആണ്, ഫെലിക്സ് ഡാർക്ക് ആണ്. കോംപ്ലക്ഷൻ എന്ന് വെച്ചാൽ നിറമാണ്. നമ്മൾ ശരീരത്തിന് കളർ എന്ന് പറയില്ല, കോംപ്ലക്ഷൻ എന്നേ പറയുകയുള്ളൂ. അന്റോണിയോ ഈസ് ലാങ്കി, ഫെലിക്സ് ഈസ് ഹസ്കി. അന്റോണിയോ പൊക്കമുള്ള ആളാണ്, ഫെലിക്സ് വളരെ കുറുകിയ ആളാണ്. അന്റോണിയോ ഈസ് ടോൾ. അന്റോണിയോ നല്ല ലീനായിട്ടുള്ള ആളാണ്. അന്റോണിയോ ഈസ് ലീൻ വൈൽ ഫെലിക്സ് ഈസ് ഷോർട്ട്. അന്റോണിയോ ലീൻ ആണ്, ഫെലിക്സ് ഷോർട്ട്, പൊക്കം കുറഞ്ഞിട്ടുള്ള ആളാണ്. അന്റോണിയോ ഹാസ് ലോങ് ഹെയർ വിച്ച് ഓൾവേസ് ഫോൾസ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുടി, അന്റോണിയോ ഹാസ് ലോങ് ഹെയർ വിച്ച് ഓൾവേസ് ഫോൾസ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുഖത്ത്, കണ്ണിൻ്റെ മുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന രീതിയിൽ അത്രയും വലിയ മുടിയുള്ള ആളാണ്. വൈൽ ഫെലിക്സ് ഹാസ് ആൻ ആഫ്രിക്കൻ സ്റ്റൈൽ ഫോർ ഹിസ് ഹെയർ. ഫെലിക്സിൻ്റെ മുടിക്ക് ആഫ്രിക്കൻ സ്റ്റൈലാണ്. നോക്കിക്കേ, അന്റോണിയോ ഈസ് ഫെയർ വൈൽ ഫെലിക്സ് ഈസ് ഡാർക്ക്. Antonio is lanky while Felix is husky. Antonio is tall while Felix is short. Now they have a lot of similarities as well. രണ്ടുപേർക്കും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ? Both of them have the same mental attitude. Their mental attitude is the same. Why? Because they have an ambition to become the lightweight champion of the world. അവരുടെ ആഗ്രഹം എന്താ? ലോകത്തിലെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകണം എന്നതാണ് അവരുടെ ആഗ്രഹം. They work hard for achieving their goal. അവരുടെ ആറ്റിറ്റ്യൂഡ് സെയിം. അവർ രണ്ടുപേരും ഹാർഡ് വർക്കിംഗ് ആണ്. എവറി ചാൻസ് ദേ ഹാഡ് ദേ വർക്ക്ഡ് ഔട്ട്. ഓരോ അവസരം കിട്ടുമ്പോഴും അവർ വർക്കൗട്ട് ചെയ്യും. ഏർലി ഇൻ ദ മോർണിംഗ് ദേ സ്റ്റാർട്ട് ദെയർ എക്സസൈസ്. അതിരാവിലെ അവരുടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ദേ ആർ വെൽ നോൺ ആൻഡ് വെൽ റെസ്പെക്റ്റഡ് ആസ് ഗുഡ് ബോയ്സ് ഇൻ ദ ലൊക്കാലിറ്റി. ലൊക്കാലിറ്റിയിൽ അറിയപ്പെടുകയും ഗുഡ് ബോയ്സ് എന്ന രീതിയിൽ റെസ്പെക്റ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ദ പീപ്പിൾ കൺസിഡർ ദം ടു ബി റോൾ മോഡൽസ് ഫോർ അതേഴ്സ്. ആളുകൾ അവരെ റോൾ മോഡൽസ് ആയിട്ടാണ് കരുതുന്നത്. ദേ ഈറ്റ് അവർ കഴിക്കുന്നു, സ്ലീപ്പ് ഉറങ്ങുന്നു, ഡ്രീം സ്വപ്നം കാണുന്നു, പോസിറ്റീവ്ലി. ദേ ഹാവ് ആൻ ഒപ്റ്റിമിസ്റ്റിക് നേച്ചർ. അവർ ശുഭാപ്തി വിശ്വാസികളാണ്. അപ്പോൾ നോക്കിക്കേ, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്, ദ അമേഗോ ബ്രദേഴ്സ്, ഹാവ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് മെനി ഡിഫറൻസസ്. They are called Amigo brothers because they are so together in friendship that they felt themselves to be brothers, and they are well known and efficient boxers. They have many physical differences. Antonio is fair whereas Felix is dark. Antonio is lanky while Felix is husky. Antonio is tall whereas Felix is short. Antonio is lean whereas Felix is short. Antonio has long hair whereas Felix has his hair in an African style. They have a lot of similarities as well. Both have the same mental attitude and their ambition is to become the lightweight champion of the world. And every chance they have, they work out. Early in the morning, they start their exercise. And they are well known and well respected in the locality as good boys. And people consider them as role models. They eat, sleep and dream positively and they are optimistic. ഇനി അവരുടെ ഹാബിറ്റ് എന്തൊക്കെയാ? ദേ ഹാവ് ദ ഹാബിറ്റ് ഓഫ് കളക്ടിങ് ഫൈറ്റ് മാഗസീൻസ് ആൻഡ് ടോൺ ടിക്കറ്റ്സ്. ഫൈറ്റ് മാഗസീനും കീറിയ ടിക്കറ്റ്, മത്സരങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കീറിയ ടിക്കറ്റുകളും കളക്ട് ചെയ്യുന്നു. ദേ ഹാവ് ദ ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ. സ്വന്തം ക്ലിപ്പിംഗ് കീപ്പ് ചെയ്യുന്ന ഹാബിറ്റും അവർക്കുണ്ട്. ഈച്ച് നോസ് ദ സ്ട്രെങ്ത് ആൻഡ് ദ വീക്ക്നെസ്സസ് ഓഫ് ദ അതർ വൺ. ഓരോരുത്തർക്കും മറ്റേ ആളിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സസും അറിയാം. ഇനി നമ്മൾ അന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗസിൻ്റെയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസസും സിമിലാരിറ്റീസ് നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ചാപ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ടല്ലാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദേ ഹാവ് എ ഡിഫറെൻറ്റ് ഫൈറ്റിംഗ് സ്റ്റൈൽ.
See, Felix is very short and husky. Felix വളരെ പൊക്കം കുറഞ്ഞ് നല്ല ഹസ്കി ആയിട്ടുള്ള ഒരാളാണ്. So he always wants to go close to his opponent. തൻ്റെ ഒപ്പോണന്റിന്റെ അടുത്ത് നിന്നാൽ മാത്രമേ ഫെലിക്സിന് റീച്ച് കിട്ടത്തുള്ളൂ. And again, if he fights with a lanky fellow, നല്ല പൊക്കമുള്ള ഒരാളുടെ കൂടെ ഫെലിക്സ് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ there is a problem. That is, if he keeps a distance with his opponent, the opponent has a reach on him. Opponentന് ആ ഉയര കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഫെലിക്സിനെ പെട്ടെന്ന് ഹേർട്ട് ചെയ്യാൻ പറ്റും. So there are differences in Antonio's and Felix fighting style. Antonio is a lanky fellow. Antonio പൊക്കമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ഫെലിക്സ് has got a dashing style. ഫെലിക്സ് കുതിച്ചു വരുന്ന സ്റ്റൈലിലുള്ള ഒരാളാണ്. Getting close to his opponent, തന്റെ ഒപ്പോണന്റിന് വളരെ അടുത്തെത്തിയിട്ട് and throwing wild punches at him. ഒപ്പോണന്റിനെ കണ്ടമാനം ഇടിക്കുന്ന സ്റ്റൈലുള്ള ആളാണ് ഫെലിക്സ്. He likes to go so close and attack by using the whole body. തന്റെ ശരീരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഫെലിക്സ് അറ്റാക്ക് ചെയ്യുക. He stores a dynamite in his hands. ഫെലിക്സിന്റെ കൈകളിൽ ഒരു ഡൈനമിറ്റ് ഉണ്ട്. He is efficient in bobbing and weaving away. കുതിറി മാറുന്നതിലും തെന്നി മാറുന്നതിലും ഫെലിക്സ് വളരെ എഫിഷ്യന്റ് ആണ്. നോക്കിക്കേ, both have a different fighting style as well. Felix has got a dashing style. He likes to go so close to his opponent and throw wild punches at him. And he gets close to his opponent and attack using his whole body. And he stores the dynamite in his hands and he is efficient in bobbing and weaving. കുതിറി മാറാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ്. Antonio's style is entirely different. Antonio's style വളരെ ഡിഫറെൻ്റ് ആണ്. Since he is a lanky fellow, since he is tall, he likes to have his opponent at a long range. തൻ്റെ ഒപ്പോണന്റ് ലോങ് റേഞ്ചിൽ നിൽക്കുന്നതാണ് അന്റോണിയോക്ക് ഇഷ്ടം. ആൻഡ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ്, അന്റോണിയോയുടെ ഇടത് കരം, ഈസ് ലൈക്ക് എ പിസ്റ്റൺ, തോക്ക് മാതിരിയാണ്. പമ്പിങ് ജാബ്സ്, ആ പിസ്റ്റണിൽ നിന്ന് പുറത്ത് വരുന്നത് ജാബാണ്, ഇടിയാണ്. So Antonio's left hand is like a piston pumping jabs. Antonio is not so efficient in weaving away. Antonio കുതിറി മാറുന്നതിൽ എഫിഷ്യൻ്റ് ഒന്നും അല്ല, but he is able to evade the blows. evade എന്ന് വെച്ചാൽ ഒഴിവാക്കുക. Antonio blows ഒഴിവാക്കാൻ എഫിഷ്യൻ്റ് ആണ്. So Antonio is not so efficient in bobbing or weaving away, but he is able to evade the blows. And when both have a fight between each other, രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് വരുമ്പോൾ Antonio could take an upper hand only by keeping Felix at a distance. Antonioയ്ക്ക് ഫെലിക്സിന്റെ മുകളിൽ ഒരു അപ്പർ ഹാൻഡ് എടുക്കണമെങ്കിൽ ഫെലിക്സിനെ അകറ്റി നിർത്തണം. Whereas Felix takes his advantage by getting too close to Antonio. ഫെലിക്സിന് അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ അന്റോണിയോട് വളരെ അടുത്ത് വരണം. ഇത് മാത്രമായിട്ടൊരു ചോദ്യമായിട്ട് ചോദിക്കാം. അതുപോലെ നിങ്ങളോട് കമൻട്രി ചോദിക്കുകയോ ഫൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റി ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അധികം പോയിന്റ് ഇല്ലെങ്കിൽ ഇത് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. See, look at that. Antonio Cruz and Felix Vargas are called amigo brothers because they are so together in friendship that they felt themselves to be brothers. And they have many similarities and differences. They are well known and efficient boxers. Both are 17 years old. നമ്മൾ എഴുതിയില്ലല്ലോ. Both are boys of 17 years. രണ്ടുപേരും 17 വയസ്സുള്ള ആൺകുട്ടികളാണ്. Both are boys of 17 years. And they have many physical differences. Antonio is fair whereas Felix is dark. Antonio is lanky whereas Felix is husky. Antonio is tall. Antonio is lean whereas Felix is short. ശരിക്കും അത് ഇങ്ങനെ വരിക. അന്റോണിയോ ഫെയറും ഫെലിക്സ് ഡാർക്കുമാണ്. അന്റോണിയോ ലാങ്കിയും ഫെലിക്സ് ഷോർട്ടുമാണ്. അന്റോണിയോ ലീനും ഫെലിക്സ് ഹസ്കിയുമാണ്. അങ്ങനെയാണ് ശരിക്കും അത് വരിക. Then Antonio has a long hair whereas Felix has his hair in African style, and they have a lot of similarities. They have the same mental attitude. Their dream is to become the lightweight champion of the world, and they work hard for attaining their goal. They start their exercise early in the morning. They have the same mental attitude. They work hard for attaining their goal, and early in the morning they start their exercise. They are respected as good boys in the locality. They eat, sleep and dream positive. They are so optimistic. So people consider them as role models, and they have the habit of collecting fight magazines, torn tickets, and they have some clippings of their own. And each knows the strength and the weaknesses of the other one. Both have got a different fighting style. Felix has got a dashing style. Felix gets so close to his opponent and throws wild punches at him. He likes to go so close to his opponent and attacks using his whole body. And he stores the dynamite in his hands, and he is very efficient in bobbing and weaving away. But Antonio has got a different style. Since he is tall, he likes to have his opponent at a long range. His left hand is like a piston pumping jabs.
He is not so efficient in bobbing or weaving away, but he is able to evade the blows. And when both have a fight between each other, Antonio could take an upper hand by keeping Felix at a distance, whereas Felix can take an advantage by getting close to Antonio. Now, അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് നോക്കുക. Antonio has an empathetic mind. Antonio വളരെ ഇമോഷണൽ ആണ്. He does not like to stay apart from Felix. ഫെലിക്സിന്റെ അടുത്തൊന്നും മാറി നിൽക്കാൻ ഇഷ്ടമല്ല. And he doubts whether the match would affect their relationship. തങ്ങളുടെ മത്സരം തങ്ങളുടെ ബന്ധത്തെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ഫെലിക്സ് ഭയക്കുന്നു. So Antonio ഭയക്കുന്നു. Antonio has an empathetic mind. He does not like to stay apart from Felix, and he doubts whether the match would affect their relationship. Felix is a little bit stronger than him because he brings in the suggestion to stay apart. Felix emotionally കുറച്ചുകൂടെ strong ആണ് because it is Felix who suggests that they could stay apart. And Felix is too confident in saying, I want to win fair and square. എനിക്ക് നേരിട്ട് ഇടിച്ച് ജയിക്കണം എന്ന് വളരെ ധൈര്യപൂർവ്വം പറയുന്ന ആളാണ് ഫെലിക്സ്. But remember, Antonio is the lanky fellow and Antonio almost have the same weight as Felix. So Antonio would be the better fighter among them. അതുകൊണ്ടാണ് ഫെലിക്സ് ഈ പറയുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ മെയിനായിട്ട് എടുക്കുക. ബട്ട് വൺസ് ദ ഫൈറ്റ് സ്റ്റാർട്ട്സ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോത്ത് ആർ ഈക്വലി എഫിഷ്യൻറ്റ്. രണ്ടുപേരും ഫൈറ്റിൽ ഈക്വലി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ദ അമേഗോ ബ്രദേഴ്സ് നെവർ ഹെസിറ്റേറ്റ് ടു ഹഗ് ഈച്ച് അതർ. അവർക്ക് പരസ്പരം കെട്ടിപ്പിടിക്കാൻ ഒരു മടിയുമില്ല. ആൻഡ് ഫോർ ഈച്ച് ദ അതർ വൺ ഈസ് ഓൾവേസ് എ ചാമ്പ്യൻ. ഓരോരുത്തരെ സംബന്ധിച്ചും മറ്റേയാൾ എപ്പോഴും ചാമ്പ്യനാണ്. സോ ദേ നെവർ ഹെസിറ്റേറ്റ് ടു ഹഗ് ഈച്ച് അതർ. For Antonio, Felix is always a champion, and for Felix, Antonio is always a champion, and they consider friendship valuable than anything else. ലോകത്തിൽ ഏറ്റവും വാല്യബിൾ ആയിട്ട് അവർ കരുതുന്നത്, മറ്റെന്തിനേക്കാളും വാല്യബിൾ ആയിട്ട് അവർ കരുതുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. ദാറ്റ് ഈസ് വൈ ദേ ഡോണ്ട് വെയിറ്റ് ഫോർ ദ റിസൾട്ട് ഓഫ് ദ മാച്ച് ബിറ്റ്വീൻ ദം. തങ്ങളുടെ മത്സരത്തിൻ്റെ റിസൾട്ട് കാത്തിരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ക്യാരക്ടർ സ്കെച്ചോ ഫൈറ്റിംഗ് സ്റ്റൈലോ സിമിലാരിറ്റി ഡിഫറൻസസോ എന്തുമാവട്ടെ ചോദ്യം ഈ ഒരൊറ്റ ആൻസറിൽ നിങ്ങൾക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും. Antonio Cruz and Felix Vargas are boys of 17 and they are called amigo brothers. Why are they called amigo brothers? Because they are so together in friendship that they felt themselves to be brothers. And അവരുടെ പ്രൊഫൈൽ എന്താ? They are well known and efficient boxers. And they have many differences. Antonio is fair whereas Felix is dark. Antonio is lanky whereas Felix is short. Antonio is lean whereas Felix is husky. And Antonio has long hair whereas Felix has his hair in an African style. Both have the same mental attitude. Their dream is to become the lightweight champion of the world, and they work hard for attaining their goal. They start their exercise early in the morning, and they are well known and well respected in their neighborhood as good boys. They are role models for other children, and they eat, sleep and dream positive. They are optimistic. And they have a habit of collecting fight magazines and torn tickets. They also keep some clippings of their own, and each knows the strength and the weaknesses of the other one. Both have got a different fighting style. Since Antonio is tall, Antonio is tall, he wants to have his opponent at long range. His left hand is like a piston pumping jabs. He is not efficient in bobbing and weaving away, but he is able to evade the blows. Whereas Felix has got a dashing style. He gets so close to his opponent and throws wild punches at him. He goes close to his opponent and attack using his whole body. Felix is very efficient in bobbing and weaving away, and he stores a dynamite in his hands. And when both have a fight between each other, Antonio could take an upper hand by keeping Felix at a distance, whereas Felix can take an advantage by getting so close to Antonio. And coming to their emotions, Antonio is empathetic. Antonio has an empathetic mind. He does not like to stay apart from Felix, and he doubts whether the match would affect their relationship. Whereas Felix is a bit stronger. He brings in the suggestion to stay apart, and he is too confident in saying that I want to win fair and square. The amigo brothers never hesitate to each other. For Antonio, Felix is always a champion, and for Felix, Antonio is always a champion, and they value friendship valuable than anything else. That is why they don't wait for the result of the match between them. So this is ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണിത്.
ഇനി നമ്മൾ ഒന്ന് ഓടിച്ച് അതിൽ നിന്നുള്ള കുറേ ചോദ്യങ്ങൾ മാച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് ഒരു കമൻട്രി ആയിട്ടൊക്കെ എഴുതണമെങ്കിൽ ഇതിലാണ് പോയിന്റ്സ് ഉള്ളത്. പിന്നെ അവർ റിങ് വിട്ടുപോയത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡിബേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് മാച്ച് കമൻട്രി, ഇതേ മാച്ച് കമൻട്രി ആയിട്ട് ചോദിച്ചാൽ എങ്ങനെ എഴുതണം ഇതൊക്കെ ഓടിച്ച് പറയുകയുള്ളൂ. പിന്നെ റിയൽ ചാമ്പ്യൻസ് എന്നുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരേ കാര്യമാണ്, പല രീതിയിലാണ് തന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ട് വളരെ ഓടിച്ചൊന്ന് പറയുകയാണ്. ദ ക്രൗഡ് വാസ് എന്തൂസിയാസ്റ്റിക്. മാച്ചിനെ പറ്റി പറയുകയാണ്, മാച്ചിൻ്റെ ഭാഗം മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേണമെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ആഡ് ചെയ്യാം. ദ മെൻ്റൽ സ്റ്റേജ് ഓഫ് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ് ബിഫോർ ദ മാച്ച്. മാച്ചിന് മുമ്പിലുള്ള അമേഗോ ബ്രദേഴ്സിൻ്റെ മെൻ്റൽ സ്റ്റേജ് ചോദിക്കാം. ഇപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ദ ക്രൗഡ് വാസ് എന്തൂസിയാസ്റ്റിക് ബിക്കോസ് ഇറ്റ് വാസ് എ മാച്ച് ബിറ്റ്വീൻ ടു ക്ലോസ് ഫ്രണ്ട്സ്. രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് തമ്മിലുള്ള മത്സരമായതുകൊണ്ട് ക്രൗഡ് വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. ബോത്ത് അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ റൈറ്റ് ടൈം ഫോളോഡ് ബൈ ദെയർ വെൽ വിഷേഴ്സ്. രണ്ടുപേരും അവരവരുടെ വെൽ വിഷേഴ്സുമായിട്ട് കൃത്യസമയത്ത് സ്റ്റേജിലെത്തി. ദ റെഫറി അനൗൺസ് ദ സ്റ്റാർട്ട് ഓഫ് ദ മാച്ച്. റെഫറി മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അന്റോണിയോ ദ ലാംഗി ഫെലോ വാസ് തോട്ട് ടു ബി ദ വിന്നർ. അന്റോണിയോ വിജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ബട്ട് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഫെലിക്സ് ഓൾസോ ഫോട്ട് ഹാർഡ്. തുടക്കം മുതൽ തന്നെ ഫെലിക്സും ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്തു. സോ ദ ക്രൗഡ് വാസ് എന്തൂസിയാസ്റ്റിക് ബിക്കോസ് ഇറ്റ് വാസ് എ മാച്ച് ബിറ്റ്വീൻ ടു ക്ലോസ് ഫ്രണ്ട്സ്. ബോത്ത് അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ റൈറ്റ് ടൈം followed by their well-wishers, and the referee announced the start of the match. Antonio, the lanky fellow, was thought to be the winner, but from the beginning onwards, Felix also fought hard. അതാണ് തുടക്കം. There were 3 rounds. ഇതൊക്കെ ഓർത്തിരിക്കുക എളുപ്പമാണ്. 3 റൗണ്ടാണുള്ളത്. ഇൻ ദ ഫസ്റ്റ് റൗണ്ട് അന്റോണിയോ ഡൊമിനേറ്റഡ്. ഒന്നാമത്തെ റൗണ്ടിൽ അന്റോണിയോ ഡൊമിനേറ്റ് ചെയ്തു. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇറ്റ് ഈസ് ഫെലിക്സ് ഹു ഡൊമിനേറ്റഡ്. സെക്കൻഡ് റൗണ്ടിൽ ഫെലിക്സ് ആണ് ഡൊമിനേറ്റ് ചെയ്തത്, മെച്ചപ്പെട്ട് നിന്നത്. Both of them fought like animals without leaving a single chance to smash the other one off. മറ്റേ ആളിനെ സ്മാഷ് ചെയ്യാനുള്ള ഒരു സിംഗിൾ ചാൻസ് പോലും നഷ്ടപ്പെടുത്താതെ രണ്ടുപേരും ആനിമൽസിനെ പോലെ ഫൈറ്റ് ചെയ്തു. Okay, there were 3 rounds. In the first round, Antonio dominated. In the second round, Felix dominated. Both of them fought like animals without leaving a single chance to smash the other one off. After the checkups, the last round was on. Checkup എല്ലാം കഴിഞ്ഞ് ആ ലാസ്റ്റ് റൗണ്ടായി. Both fought inch to inch. രണ്ടുപേരും ഇഞ്ച് പോരാടി. Neither of them seemed to give up. രണ്ടുപേരും ഉപേക്ഷിച്ചില്ല, വിട്ടുകൊടുത്തിട്ടില്ല. The blows continued to pound on each other like hailstones. ഒറ്റവാക്ക. രണ്ടുപേരുടെ മണ്ടയ്ക്ക് ഹെയിൽ സ്റ്റോൺ മാതിരി, ആലിപ്പഴം മാതിരി, മഞ്ഞുകണങ്ങൾ വീഴുന്ന മാതിരി ഇടി പതിച്ചുകൊണ്ടേയിരുന്നു. Crowd was mute. ജനക്കൂട്ടം നിശബ്ദമായി പോയി. The referee was stunned by their animal like savagery. റഫറി അവരുടെ മൃഗത്തെ പോലെയുള്ള കാടത്തം കണ്ട് ഞെട്ടിപ്പോയി. The bell announcing the end rang. എൻഡ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ബെല്ല് മുഴങ്ങി. ബട്ട് ബോത്ത് വെന്റ് ഓൺ ഫൈറ്റിംഗ്. രണ്ടുപേരും ഇടി തുടർന്നുകൊണ്ടേയിരുന്നു. വിതൗട്ട് ഹിയറിംഗ്. ബെല്ലടിച്ചത് കേട്ടില്ല. ദ ട്രെയിനേഴ്സ് ഇന്റർഫിയർഡ് ആൻഡ് സെറ്റ് ദം അപ്പാർട്ട്. ട്രെയിനർമാർ ഇടപെട്ട് അവരെ പിടിച്ചു മാറ്റി. ടു എവരിവൺ സർപ്രൈസ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേ റഷ്ഡ് ടുവേർഡ്സ് ഈച്ച് അതർ ആൻഡ് ഹഗ്ഡ്. അവരെ ഓടിയെടുത്തിട്ട് ഹഗ് ചെയ്തു. ദ ക്രൗഡ് വെപ്റ്റ് ബൈ സീയിങ് ദെയർ ട്രൂ ലവ്. അവരുടെ യഥാർത്ഥ സ്നേഹം കണ്ട് ജനക്കൂട്ടം വിതുമ്പി. They left the ring without waiting for the results. റിസൾട്ടിന് വെയിറ്റ് ചെയ്യാതെ അവർ റിങ് വിട്ടുപോയി. Thus they proved to be real champions. അങ്ങനെ അവർ റിയൽ ചാമ്പ്യൻസ് ആണെന്ന് പ്രൂവ് ചെയ്തു. നോക്കിക്കേ, the crowd was enthusiastic because it was a match between 2 close friends and both appeared on the stage at the right time followed by their well-wishers. Antonio, the lanky fellow, was thought to be the winner, but from the beginning onwards, Felix also fought hard. There were 3 rounds. In the first round, Antonio dominated. In the second round, Felix dominated, and both fought like animal without leaving a single chance to smash the other one off. And after the checkups, the last round was on. ലാസ്റ്റ് റൗണ്ടിലാണ് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ബോത്ത് fought inch to inch. Neither of them seemed to give up. The blows continued to pound on each other like hailstones. The crowd became mute and the referee was stunned by their animal-like savagery, and the bell announcing the end rang, but they continued fighting without hearing. The trainers interfered and set them apart. To everyone's surprise, they rushed towards each other and hugged. The crowd wept by seeing their true love. They left the ring without waiting for their results, and they proved to be real champions. അടുത്തൊരു ഡിബേറ്റ് ആണ്. അന്റോണിയോ ആൻഡ് ഫെലിക്സ് ലെഫ്റ്റ് ദ റിംഗ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ്. അന്റോണിയോയും ഫെലിക്സും റിസൾട്ട് വെയിറ്റ് ചെയ്യാതെ റിംഗ് വിട്ടുപോയി. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലീവ് ദ റിംഗ് വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. റിസൾട്ട് വെയിറ്റ് ചെയ്യാതെ റിംഗ് വിട്ടുപോകുന്നത് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ എത്തിക്സ് ഓഫ് ദ ഗെയിം. ഗെയിമിൻ്റെ എത്തിക്സിനെതിരാണ്. റൈറ്റ് 4 points ഫേവറിങ് ദെയർ ആക്ഷൻ. അവിടെ അവരെ ഫേവർ ചെയ്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞത്. അതേസമയം നമ്മളോട് പറയുകയാണ് ഈ കോൺസെപ്റ്റ്, അതായത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലീവ് ദ റിംഗ്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ എത്തിക്സ് ഓഫ് ദ റിംഗ്.
it is against the ethics of the game to leave the ring before the results. Write 4 points in favor എന്ന് പറഞ്ഞാൽ അന്റോണിയോ ക്രൂസിനെയും ഫെലിക്സ് വർഗസിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതണം. ഇവിടെ റൈറ്റ് 4 points ഫേവറിങ് ദിയർ ആക്ഷൻ, അവരെ ഫേവർ ചെയ്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം? ഇറ്റ് ഈസ് ഗുഡ് ടു വാല്യൂ ഫ്രണ്ട്ഷിപ്പ് മോർ ദാൻ കൺസിഡറിങ് ദി എത്തിക്സ് ഓഫ് ദ ഗെയിം. ഗെയിമിന്റെ എത്തിക്സിനേക്കാളും വാല്യുബിൾ ഫ്രണ്ട്ഷിപ്പാണ്. They had already given what the audience needed. ഓഡിയൻസിന് ആവശ്യമുള്ള ഫൈറ്റ് അവർ കൊടുത്തു കഴിഞ്ഞു. Since they were hurt, അവർക്ക് പരിക്ക് പറ്റി നിൽക്കുകയാണ്. They had to leave the ring as early as possible. പെട്ടെന്ന് അവിടുന്ന് പോയാലേ പറ്റൂ, because they are hurt. അവർക്ക് പരിക്കാണ്. It is long time since they talked with each other. It's a week since they talked with each other. ഒരാഴ്ചയായി പരസ്പരം സംസാരിച്ചിട്ട്. And they had a lot to communicate. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. It is days since they slept well. ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. So they were tired. അതുകൊണ്ട് അവർ ടയേർഡാണ്. Moreover, they had a huge fight in the ring. അവർക്ക് ആ റിങ്ങിൽ വലിയൊരു ഫൈറ്റ് നേരിടേണ്ടി വന്നു. They left the ring all on a sudden to discuss about the match. മാച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് അവർ വിട്ടുപോയത്. They showed the audience how much close they were by hugging each other after such a heavy fight. അത്രയും വലിയ ഫൈറ്റിന് ശേഷം പരസ്പരം ഹഗ് ചെയ്തുകൊണ്ട് ഓഡിയൻസിന് കാണിച്ചു കൊടുത്തു അവരെത്ര നന്മയുള്ളവർ, എത്ര സ്നേഹമുള്ളവരാണ്. അപ്പോൾ നോക്കിക്കേ എന്തൊക്കെയാ? It is good to value friendship more than the ethics of the game. They had already given what the audience needed. Since they were hurt, they had to leave the ring as early as possible. It's long time since they talked with each other, so they had a lot to communicate. It is days since they slept well. They were tired. Moreover, they had a huge fight in the ring. They left the ring all on a sudden to discuss about the match, and they showed the audience how much close they were by hugging each other after such a heavy fight. ഇനിയും എഗെയിൻസ്റ്റ് പറയണമല്ലോ. എഗെയിൻസ്റ്റ് കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. നോക്കിക്കേ, മെയിൻ പോയിന്റ്സ് ഉണ്ട്. നോബഡി ഈസ് അലൗഡ് ടു വയലേറ്റ് ദ ഫിക്സഡ് റൂൾസ് ഓഫ് എ ഗെയിം. ഒരു ഗെയിമിൻ്റെ ഫിക്സഡ് റൂൾസ് വയലേറ്റ് ചെയ്യാൻ ആർക്കും അനുവാദമില്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലീവ് ദ റിംഗ് ഫോർ എനി റീസൺ ബിഫോർ ദ റിസൾട്ട്സ്. എന്ത് കാരണമായാലും റിസൾട്ടിന് മുമ്പ് റിങ് വിട്ടുപോകാൻ പാടില്ല. നോക്കിക്കേ, നോബഡി ഈസ് അലൗഡ്. ബോക്സിംഗ് ഈസ് എ പ്രൊഫഷൻ. അവിടെ അത് എഴുതാം നമുക്ക്. അവിടെ ഉണ്ട്, ബോക്സിംഗ് ഈസ് എ പ്രൊഫഷൻ. ബോക്സിംഗ് ഈസ് എ പ്രൊഫഷൻ. നോബഡി ഈസ് അലൗഡ് ടു വയലേറ്റ് the fixed rules of a game, and it is not good to leave the ring before the results for any reason. Boxing is a profession and there are certain codes of conduct. Boxing in a code of conduct ഉണ്ട്, ഒരു പെരുമാറ്റ ചട്ടമുണ്ട്, which the contestants should follow. They are not normal human beings. They are contestants. They are boxers, and when they follow the profession, they are supposed to follow the code of conduct. So boxing is a profession. There is certain code of conduct, and the contestants, they are supposed to follow that. It is a rule that the contenders of the match should stay in the ring till the result is declared. Result declare ചെയ്യുന്നിടം വരെ കണ്ടൻറ്റേഴ്സ് സ്റ്റേ ചെയ്യണം എന്ന് കണ്ടീഷൻ ഉണ്ട്. അത് അതിൻ്റെ പോപ്പുലാരിറ്റി ആയിട്ടൊക്കെ കണക്റ്റഡും ആണ്, അതിൻ്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആണ്. So there is a fixed rule that the contenders of a match should stay in the ring till the result is announced. Though they fought well, they considered the match secondary to their friendship. അവർ നന്നായിട്ട് ഇടിച്ചെങ്കിലും അവരുടെ മാച്ചിനെ, അവരുടെ ഫ്രണ്ട്ഷിപ്പിന് സെക്കൻഡറി ആയിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ. ദെയർ മേ അറൈസ് സം ഡൗട്ട്സ് ആഫ്റ്റർ സച്ച് ആൻ ആക്ഷൻ. അപ്പോൾ അവർ അത്തരത്തിൽ ഫ്രണ്ട്ഷിപ്പിനെ സെക്കൻഡറി ആയിട്ട് കാണുമ്പോൾ ഈ ഇടിയെ പറ്റി ആളുകളിൽ സംശയം ഉണ്ടാകാം. സോ ദേ കൺസിഡേർഡ് ദെയർ മാച്ച് സെക്കൻഡറി ടു ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ പ്രൊഫഷണൽസ് ആൻഡ് ദെയർ മേ അറൈസ് ഡൗട്ട്സ്. The referee is in charge of the game. റഫറി ആണല്ലോ ഗെയിമിൻ്റെ ചാർജിൽ. അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് ആസ്ക്ഡ് ഹിം ബിഫോർ ലീവിങ് ദ റിംഗ്. റിംഗ് വിട്ടു പോകുന്നതിന് മുമ്പ് റഫറിയോടെങ്കിലും അവർക്ക് ചോദിക്കാമായിരുന്നല്ലോ. ആൻഡ് ദേ ഡിസപ്പോയിൻറ്റഡ് ദ ഓഡിയൻസ് ബൈ റൂയിനിങ് ദി ചാൻസ് ഓഫ് സെലിബ്രേഷൻ. അവർക്ക് അവരവരുടെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ റിംഗ് വിട്ടു പോവുക ചെയ്തത്. അപ്പം നോക്കിക്കേ, ബോക്സിംഗ് ഈസ് എ പ്രൊഫഷൻ. നോബഡി ഈസ് അലൗഡ് ടു വയലേറ്റ് ദ ഫിക്സഡ് റൂൾസ് ഓഫ് എ ഗെയിം, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലീവ് ദ റിംഗ് ഫോർ എനി റീസൺ ബിഫോർ ദ റിസൾട്ട്സ്. ആൻഡ് there are certain codes of conduct which the contestants should follow, and it is a written rule that the contenders of a match should not leave the ring before the results. Though they fought well, they considered the match secondary to their friendship. There may arise doubts after such an action. The referee is in charge of the game. At least they could have asked him before leaving the ring, and they disappointed the audience by ruining the chance of celebration. Now we move on to match commentary. ഇതത്ര സ്റ്റാൻഡേർഡ് ആൻസർ ഒന്നും അല്ല. ഈ സെയിം സംഭവം ഒരു ടെലിവിഷൻ കമൻട്രി ആയിട്ട് ചോദിച്ചാൽ എങ്ങനെ പറയും എന്നുള്ളതാണ്. വലിയൊരു സ്റ്റാൻഡേർഡ് ഇല്ല ഈ ആൻസറിന്. ഇനി ഞാനൊന്ന് പറഞ്ഞു പോവാം. ടുഡേ വി ആർ ഹാവിംഗ് ദ ലോങ് ടൈം അവൈറ്റഡ് മാച്ച് ബിറ്റ്വീൻ ദ ഫൈനലിസ്റ്റ് ഓഫ് ദ സീരീസ് ഓഫ് എലിമിനേഷൻ ബോർഡ്സ്. എലിമിനേഷൻ ബോർഡിൻ്റെ ഫൈനലിസ്റ്റുകൾ തമ്മിലുള്ള ലോങ് ടൈം അവൈറ്റഡ് മാച്ച്, നമ്മൾ കാത്തിരുന്ന മത്സരം. ഹിയർ കം ദ കണ്ടസ്റ്റൻസ്, മത്സരാർത്ഥികൾ. കം എന്ന് ഉപയോഗിക്കാൻ കാരണം കണ്ടസ്റ്റൻസ് എന്ന് വന്നതുകൊണ്ടാണ്.
comes alla come. Here come the contestants. Two fine young Puerto Rican fighters. രണ്ട് പ്യൂട്ടോറൈക്കയിൽ നിന്നുള്ള ഫൈറ്റേഴ്സ്. പ്യൂട്ടോറൈക്ക എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയുടെ ഭാഗമാണ്. നോർത്ത് അമേരിക്കയ്ക്ക് സൗത്ത് അമേരിക്കയ്ക്ക് ഇടയിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനകത്തിൽ വരുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ആളുകൾക്കൊക്കെ ബോക്സിംഗ് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഹരമാണ്. On one corner weighing 134 pounds Felix Vargas. ഒരു സൈഡിൽ 134 പൗണ്ട്സുമായിട്ട് ഫെലിക്സ് വർഗസ് ആണ്. On the other side weighing 133 pounds Antonio Cruz. മറ്റേ സൈഡിൽ 133 പൗണ്ട്സുമായിട്ട് അന്റോണിയോ ക്രൂസ് ആണ്. Is it a similarity or a difference? One weighs 134 pounds, Antonio weighs 134 pounds and Felix weighs 133 pounds. There is only 1 pound difference. Does it make much of a difference? It is not much of a difference. It's a similarity. Both have almost the same weight. തിരിച്ചു എഴുതാം, ഒരു കിലോയുടെ ഒരു പൗണ്ടിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് വേണം തിരിച്ചു എഴുതാം. But actually it is a similarity. There will be no draw. ഈ മത്സരത്തിന് ഡ്രോ ഇല്ല. The winner will represent the boys club in the tournament of champions. The golden gloves. Golden gloves എന്ന് പറയുന്ന ചാമ്പ്യന്മാരുടെ ടൂർണമെന്റിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള വിജയിയെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമാണ്. ഒന്നുകൂടെ നോക്കിക്കേ. Today we are having the long time awaited match between the finalists of a series of elimination boards. Here come the contestants. Two fine young Puerto Rican fighters. On one corner weighing 134 pounds Felix Vargas. On the other side weighing 133 pounds it is Antonio Cruz. There will be no draw. The winner will represent the boys club in the tournament of champions, the golden gloves. Here is the first round. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയണം. Both directly go on fighting. രണ്ടുപേരും ഇടിക്കാൻ പോവാൻ. Antonio is smashing Felix. Antonio ഫെലിക്സിനെ എടുത്തിട്ട് ഇടിക്കുന്നു. Felix keeps close to him and is fighting back. ഫെലിക്സ് വളരെ അടുത്ത് നിന്നിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. Felix left and right beat Antonio. ഫെലിക്സിന്റെ ലെഫ്റ്റ് റൈറ്റ് രണ്ട് കൈ കൊണ്ടുള്ള ഇടി അന്റോണിയെ ബീറ്റ് ചെയ്യുന്നു. Antonio gives a smash on Felix head. Antonio ഫെലിക്സിന്റെ തലക്കിട്ട് ഒരു ഇടി കൊടുക്കുന്നു. Both stop and here ends the first round. രണ്ടുപേരും നിർത്തി അവിടെ ഫസ്റ്റ് റൗണ്ട് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എന്താ സംഭവിച്ചേ? They go directly on fighting. Antonio smashes Felix. Felix keeps close to him and is fighting back. Felix left and right beat Antonio, but Antonio manages to give a smash on Felix's head. And here stops the first round. So Antonio dominates in the first round. Antonio dominates. Antonio dominates. എല്ലാം പ്രസന്റ് ടെൻസിൽ എഴുതണം, കാരണം ലൈവായിട്ടാണല്ലോ നമ്മൾ കമന്ററി പറയുക. അതുകൊണ്ടാണ് പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റിലോ പ്രസന്റ് കണ്ടിന്യൂസിലോ ആണ് പറയുക. Antonio dominates in the first round എന്ന് പറയാം, അല്ലെങ്കിൽ present perfect. Antonio has dominated in the first round എന്ന് പറയാം. Here is the second round. Felix is rushing towards Antonio. Second roundൽ Felix ആണ് rush ചെയ്യുന്നത്. Antonio smashes him. Antonio ഫെലിക്സിനെ സ്മാഷ് ചെയ്യുന്നു. Left to the body, left to the head, right to the body, left to the head, right to the body. Oh, Felix is grunting like a bull. Felix ഒരു ബുള്ളിനെ മാതിരി ഗ്രണ്ട് ചെയ്യുകയാണ്, ഇങ്ങനെ തീവ്രമായിട്ട് ഇടിക്കാൻ വരികയാണ്. Throws wild punches from every direction. എല്ലാ ഡയറക്ഷനിൽ നിന്നും വൈൽഡ് ആയിട്ട് ഇടിക്കുകയാണ്. Antonio gives a flash on the bridge of his nose. Antonio ഫെലിക്സിന്റെ നോസിന്റെ ബ്രിഡ്ജിന് ഒരൊറ്റ ഇടി കൊടുക്കുന്നു. Felix seems to be hurt. സെക്കൻഡ് റൗണ്ടിൽ ഫെലിക്സ് ഹേർട്ട് ആയി. But what happens is Felix seems to be hurt. But who dominates in the second round? Felix dominates. Antonio ഒട്ടും മോശമാക്കിയില്ല. But Felix dominates in the second round. സെക്കൻഡ് റൗണ്ടിൽ എന്താ സംഭവിച്ചത് ഒന്നുകൂടെ നോക്കിക്കേ. Here is the second round. Felix is rushing towards Antonio. Antonio smashes him left to the head, right to the body, and Felix is grunting like a bull. He throws wild punches from every direction, and Antonio gives a flash on the bridge of his nose, which hurts Felix. Here is the third round. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Both fight inch to inch. രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ച് പൊരുതുകയാണ്. Antonio comes fast and Felix finds it difficult to block him. Antonio ആണ് ഇത്തവണ വേഗത്തിൽ ഓടി വരുന്നത്. ഫെലിക്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. Neither is giving an inch. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. They are fighting toe to toe. ഈക്വൽ ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. What a savagery it is. എന്തൊരു സാവേജറിയാണ്, എന്തൊരു കടത്തമാണ്. Look at the referee. He is stunned. റഫറിയെ നോക്കൂ, അദ്ദേഹം ഞെട്ടിയിരിക്കുകയാണ്, stunned. Okay, here is the third round. Both fight inch to inch. Antonio comes fast and Felix finds it difficult to block him. Neither is giving an inch. They are fighting toe to toe. What a savagery it is. Look at the referee. He is stunned. The bell rings.
Look, they are not stopping the fight. അവർ ഫൈറ്റ് നിർത്തുകയല്ല. The trainers are interfering to set them apart. Trainers interfere ചെയ്ത് അവരെ പിടിച്ചു മാറ്റും. നമ്മൾ പ്രസന്റിൽ വേണം പറയാൻ. Was this a fight to the death instead of a boxing match? ഇതൊരു ബോക്സിംഗ് മാച്ച് ആണോ അതോ മരണത്തിലെ പുള്ളിടിയാണോ? Bell rings. Look at them. They are not stopping the fight. And the referee and the trainers are interfering to set them apart. Was this a fight to death instead of a boxing match? ടെക്സ്റ്റിലെ അതേ സെന്റൻസ് എടുത്ത് തന്നിരിക്കുന്നത്. Look, നോക്കൂ, they are rushing towards each other and they embrace each other. അവർ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. What an awesome sight. എന്തൊരു മനോഹരമായ കാഴ്ച. What an awesome sight. It's time for the result. റിസൾട്ടിന്റെ സമയമാണ്. The referee is going to announce the winner. വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. Where are the fighters? Fighters എന്തേ? They have left. അവർ വിട്ടുപോയി. They are champions to each other. അവർക്ക് പരസ്പരം ചാമ്പ്യൻസ് ആണ്. So the bell rings. They are not stopping. The trainers interfere and set them apart. Was this a fight to death instead of a boxing match? And look, they are rushing towards each other and they are hugging each other. Oh, it's an awesome sight. And it is time for the results. The referee is going to announce the winner, but they have already left. They know that they are champions to each other. Now, ഇതേ സെയിം കാര്യം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ചോദിച്ചാൽ എങ്ങനെ എഴുതുമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ദ റിയൽ ചാമ്പ്യൻ എന്ന ഹെഡിങ് കൊടുത്തു. ഇത് നിങ്ങൾ എഴുതരുത്. ദ റിയൽ ചാമ്പ്യൻ എന്നാണ് ഹെഡിങ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഹെഡിങ് ആണ്. ഡേറ്റ് സ്ഥലം കൊടുത്തു ടോംകിൻ സ്ക്വയർ പാർക്ക്. ഡേറ്റ് 7th മത്സരം, അതുകൊണ്ട് 8th August ആണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 8th August 1989. ചുമ്മാ ഒരു വർഷം കൊടുത്തു. എ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് to select the representative to Golden Gloves Championship tournament was conducted here on Thursday. Here എന്നൊക്കെ നമ്മൾ വെക്കും. ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിലെ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യാനായിട്ട് ഒരു ബോക്സിംഗ് മാച്ച് ഇവിടെ നടന്നു, ടോംകിൻ സ്ക്വയർ പാർക്കിൽ നടന്നു. The fight was between two young Puerto Rican fighters. ഈ ഫൈറ്റ് രണ്ട് പ്യൂട്ടോ റൈക്കൻ ഫൈറ്റേഴ്സ് തമ്മിലായിരുന്നു. അന്റോണിയും ഫെലിക്സും തമ്മിൽ. അത് നെയിം ഫുൾ എഴുതണേ. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്. They were thick friends and were considered to be amigo brothers. അവർ thick friends ആണ്. They are amigo brothers. Both appeared on the stage at the right time, followed by their well wishers. The same sentence. നേരത്തെ പറഞ്ഞ അതേ കാര്യം പിന്നീട് അങ്ങോട്ട് എഴുതുന്നത്. The referee announced the start of the match. Antonio the lanky fellow was thought to be the winner, but from the beginning onwards, Felix also fought hard. ഇതെല്ലാം നമ്മൾ ആ പറഞ്ഞതാണ് പോയിന്റ്സ്. In the first round, Antonio dominated. In the second, it was Felix who dominated. Both of them fought like animals without leaving a single chance to smash the other one off. After the checkups, the last round was on. Both fought inch to inch. Neither of them seemed to give up. The blows continued to pound on each other like hailstones. The crowd was mute. The referee was stunned by their animal-like savagery. The bell announcing the end rang, but both went on fighting without hearing. The trainers interfered and set them apart. To everyone's surprise, they rushed towards each other and they hugged. The crowd wept by seeing their true love. They left the ring without waiting for the results. Thus they proved to be real champions. സെയിം നോട്ട് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആക്കുന്നത് നോക്കുക. ആദ്യത്തെ ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കുക. ഹെഡിങ് വേണം, ടോംകിൻ സ്ക്വയർ പാർക്ക് സ്ഥലം വേണം, 8th August. ടെക്സ്റ്റിൽ 8th August ആണ് മാച്ചിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ 8th സ്ഥാനത്ത് 9th ആക്കണം. എ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. ഇങ്ങനെയാണ് എ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. എന്തിനുള്ളത്? ടു സെലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ്. എന്ത് ചെയ്തു? വാസ് കണ്ടക്റ്റഡ് ഇവിടെ ഹിയർ ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച. ചുമ്മാ ഒരു ദിവസം വെച്ചതാണ്. ദ ഫൈറ്റ് വാസ് ബിറ്റ്വീൻ, ഫൈറ്റ് ആരൊക്കെ തമ്മിലാ? ടു യങ് പ്യൂട്ടോ റൈക്കൻ ഫൈറ്റേഴ്സ്, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്. ഇനി മാച്ചിന്റെ പ്രത്യേകത എന്താ? they were considered to be amigo brothers because they were close friends. ബാക്കിയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ. Now let us move on to another important chapter, the hour of truth. വളരെ വലിയ ഒരു ചാപ്റ്ററാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവർ ഓഫ് ട്രൂത്തിൻ്റെ സമ്മറി, റോബർട്ട് ബാൾഡുവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഇത് രണ്ടുമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ്. പെർസിവൽ വൈൽഡിൻ്റെ വൺ ആക്ട് പ്ലേ ആണ് അവർ ഓഫ് ട്രൂത്ത്. is a psychological study of the corrupting influence of money on people. പണം ആളുകളെ എങ്ങനെ കറപ്റ്റ് ചെയ്യും, അതിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി പഠിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റഡിയാണ് The Hour of Truth. The Hour of Truth by Percival Wilde is a psychological study of the corrupting influence of money on people. The Hour of Truth by Percival Wilde is a psychological study of the corrupting influence of money on people.
Who is the central character? The central character is Robert Baldwin. The central character Robert Baldwin represents an everyday American who works for a living and whose salary is not good enough to support his family. Still, he is very upright in his thoughts and deeds. He struggles to keep his truthful ways of life. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത്ഫുൾ വേയ്സ് കീപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നോക്കുക, ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ് ഈസ് വൺ ആക്ട് പ്ലേ. ഇറ്റ് ഈസ് a psychological study on the corrupting influence of money on people. The central character Robert Baldwin represents an everyday American who works for a living. His salary is not good enough to support his family. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാലറി അദ്ദേഹത്തിനില്ല. സ്റ്റിൽ ഹി ഈസ് വെരി അപ്രൈറ്റ് ഇൻ ഹിസ് തോട്ട്സ് ആൻഡ് ഡീഡ്സ്. അപ്പോൾ വരുമാനം തികയാത്തപ്പോഴാണല്ലോ ആളുകൾ വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഹി ഈസ് അപ്രൈറ്റ് ഇൻ ഹിസ് തോട്ട്സ് ആൻഡ് ഡീഡ്സ്. തൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വളരെ അപ്രൈറ്റ് ആണ്. ഹി സ്ട്രഗിൾസ് ടു കീപ് ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. എന്നിട്ട് അദ്ദേഹം ട്രൂത്ത്ഫുൾ ആവുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. ഹി സ്ട്രഗിൾസ് ടു കീപ് ഹിസ് truthful ways of life. നമ്മൾ നോക്കിക്കേ, The Hour of Truth by Percival Wilde is a psychological study of money, the psychological study of the corrupting influence of money on people. The central character Robert Baldwin represents an everyday American who works for a living. His salary is not good enough to support his family. Still, he is very upright in his thoughts and deeds. He struggles to keep his truthful ways of life. Mr. Gresham, Robert Bose is accused of mishandling bank's money. He stands as a main witness. റോബർട്ടിൻ്റെ ബോസ് ആരാണ്? മിസ്റ്റർ ഗ്രേഷം, ജോൺ ഗ്രേഷം. ആൻഡ് വെൻ ഹി ഈസ് അക്യൂസ്ഡ് ഓഫ് മിസ്ഹാൻഡ്ലിംഗ് ദ ബാങ്ക്സ് മണി, ബാങ്കിലെ പണം മിസ്ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പേരിൽ അക്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഹി സ്റ്റാൻഡ്സ് ആസ് എ മെയിൻ വിറ്റ്നസ്. അദ്ദേഹമാണ് പ്രധാന സാക്ഷിയാവുന്നത്. ആൻഡ് മിസ്റ്റർ ഗ്രേഷം ട്രൈസ് ടു ബ്രൈബ് ഹിം. അദ്ദേഹത്തെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഹി ഓഫേഴ്സ് ഹിം $100,000. $100,000 ആണ് ഓഫർ ചെയ്യുന്നത്. ടു സേ ജസ്റ്റ് 3 words, 3 വാക്ക് പറയാൻ വേണ്ടി. ഐ ഡോണ്ട് റിമെമ്പർ. ബട്ട് ബാൾഡ്വിൻ റിമെയിൻസ് ട്രൂത്ത്ഫുൾ. ദോ എവ്രി വൺ ട്രൈസ് ടു മേക്ക് ബാൾഡ്വിൻ അക്സെപ്റ്റ് ദ മണി. എല്ലാവരും ബാൾഡ്വിനെ കൊണ്ട് പണം വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഹി റിമെയിൻസ് ട്രൂത്ത്ഫുൾ. അദ്ദേഹം ട്രൂത്ത്ഫുള്ളായിട്ട് നിലകൊള്ളുന്നു. നോക്കിക്കേ, വെൻ മിസ്റ്റർ ഗ്രേഷം, റോബർട്ട്സ് ബോസ്, ഈസ് അക്യൂസ്ഡ് ഓഫ് മിസ്ഹാൻഡ്ലിംഗ് ദ ബാങ്ക്സ് ഫണ്ട്സ്. ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. വെൻ ജോൺ ഗ്രേഷം, മിസ്അപ്രോപ്രിയേഷൻസ് ഇൻ ദ ബാങ്ക് എന്നാണ്. ഇവിടെ നമ്മളത് വേറൊരു രീതിയിൽ എഴുതുകയാണ്. എന്താ? വെൻ മിസ്റ്റർ ഗ്രേഷം, റോബർട്ട്സ് ബോസ്, ഈസ് അക്യൂസ്ഡ് ഓഫ് മിസ്ഹാൻഡ്ലിംഗ് ദ ബാങ്ക്സ് ഫണ്ട്. ബാങ്കിൻ്റെ ഫണ്ട് മിസ്ഹാൻഡിൽ ചെയ്യുക. And he stands as a main witness. Mr. Gresham requests Baldwin. Mr. Gresham tries to bribe Baldwin. He asks Baldwin to say just 3 words, I don't remember, and offers him $100,000 as a reward for it. Though everyone tries to make Baldwin accept the money, he remains truthful. In the end, virtue gets rewarded. അവസാനം നന്മ വിജയിക്കുന്നു. Virtue gets rewarded. Baldwin is rewarded for his plain and moral character. തൻ്റെ നന്മയുള്ള ക്യാരക്ടറിന് ബാൾഡ്വിന് റിവാർഡ് ലഭിക്കുന്നു. When he loses his job, he gets a better job in a different bank as a reward for his honesty and frankness. തൻ്റെ ഓണസ്റ്റി, തൻ്റെ സത്യസന്ധത, തൻ്റെ ഫ്രാങ്ക്നെസ്, തൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സിന് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ജോലി മറ്റൊരു ബാങ്കിൽ ലഭിക്കുന്നു. നോക്കിക്കേ, ഇൻ ദ എൻഡ് വെർച്യൂ ഗെറ്റ്സ് റിവാർഡഡ്. When Baldwin loses his job, he gets a better job in a different bank for his honesty and frankness. Thus, the story presents the contemporary theme of greed. അത്യാഗ്രഹം എന്ന കണ്ടംപററി ആയിട്ടുള്ള തീം, ഇക്കാലത്തെ തീം. ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്, ആനുകാലികം എന്നാണ് കണ്ടംപററിയുടെ അർത്ഥമേ. ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്, അതിൻ്റെ ഇഫക്റ്റ്, ഗ്രീഡ് അതിൻ്റെ ഇഫക്ട്സ്. ആൻഡ് ഹൗ വൺ ക്യാൻ ഓവർകം സച്ച് കറപ്റ്റിംഗ് തിങ്സ് ബൈ കീപ്പിംഗ് വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇത്തരം കറപ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരാൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. God always takes care of people who live a life of values. മൂല്യങ്ങൾ നിറച്ച ഒരു ജീവിതം ജീവിക്കുന്ന ആളുകളെ ദൈവം എല്ലായ്പ്പോഴും ടേക്ക് കെയർ ചെയ്യാറുണ്ട്. The Hour of Truth by Percival Wilde is a psychological study on the corrupting influence of money on people. The central character, Robert Baldwin, is an everyday American who works for a living. His salary is not good enough to support his family. Still, he is very upright in his thoughts and deeds. He struggles to keep his truthful ways of life. When John Gresham, Robert's boss, is accused of mishandling the bank's fund, he stands as the main witness. And John Gresham tries to bribe him. He offers him $100,000 to say just 3 words, I don't remember.
Though everyone tries to make Baldwin accept the money, he remains truthful. And in the end, virtue gets rewarded. Baldwin is rewarded for his plain and moral character. അദ്ദേഹത്തിന് മൊറാലിറ്റിക്കുള്ള സമ്മാനം അദ്ദേഹത്തിന് കിട്ടുകയാണ്. When he loses his job, he gets a better job in a different bank for his honesty and frankness. The story presents the contemporary theme of greed, its effects on people, and how one can overcome such effects through keeping values. God always takes care of people who live a life of values. മൂല്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ദൈവം നോക്കിക്കോളും. അതാണ് ദ അവർ ഓഫ് ട്രൂത്തിൻ്റെ ഒരു ജനറൽ സമ്മറി. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ദ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ അവർ ഓഫ് ട്രൂത്ത്, ആ ഡ്രാമയുടെ ഓപ്പണിംഗ് എൻഡിങ്ങും ചോദിക്കാം. അതൊക്കെ നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ റോബർട്ട് ബാൾഡ്വിൻ്റെ ക്യാരക്ടർ ചോദിക്കാം, ജോൺ ഗ്രേഷമിൻ്റെ ക്യാരക്ടർ ചോദിക്കാം, അതിലുപരി മാർത്ത, എവി, ജോൺ ഇവരുടെയൊക്കെ ക്യാരക്ടർ ചോദിക്കാം. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ ഒക്കെ ചോദിക്കുക അതിനകത്ത്. അല്ലെ ഒരു ഇൻ്റർവ്യൂ, റോബർട്ട് ബാൾഡ്വിനെയോ ജോൺ ഗ്രേഷമിനെയോ മിസ്റ്റർ മാർഷലിനെയോ മാർത്തയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ. പക്ഷെ നമുക്ക് അത്ര അധികം ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുക പോസിബിൾ അല്ല. അപ്പോൾ ഈ പറയുന്ന പോയിൻ്റൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ പറയുന്ന പോയിൻ്റ് ആൻസർ ആക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് ആൻസറായിട്ട് എഴുതി വെക്കാൻ പറ്റും. നോക്കാം. റോബർട്ട് ബാൾഡ്വിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. മിസ്റ്റർ റോബർട്ട് ബാൾഡ്വിൻ, ദ സെൻട്രൽ ക്യാരക്ടർ. Mr. Robert Baldwin, the central character in The Hour of Truth, is a middle-aged man who has been working for more than 30 years in the National Bank owned by Mr. Gresham, and he works as a secretary to Mr. Gresham. Robert Baldwin is a central character in the story The Hour of Truth, and he has been working for 30 years. 30 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. ഇൻ ദ നാഷണൽ ബാങ്ക് ഓൺഡ് ബൈ മിസ്റ്റർ ഗ്രേഷം. ഗ്രേഷത്തിൻ്റെ ഓണർഷിപ്പിലുള്ള നാഷണൽ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. And he works as a secretary to Mr. Gresham. അവിടുത്തെ ജോലി എന്താ? ജോൺ ഗ്രേഷമിൻ്റെ സെക്രട്ടറിയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി പറയാൻ, ഹീസ് ഓണസ്റ്റ്, സത്യസന്ധനാണ്, ഡിലിജൻറ്റ്, വളരെ കെയർഫുള്ളാണ്, ആൻഡ് ഹാർഡ് വർക്കിംഗ് എംപ്ലോയി. ഒരു എംപ്ലോയി എന്ന നിലയിൽ ഹി ഈസ് ഓണസ്റ്റ്, ഡിലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ്, ഒരു വ്യക്തി എന്ന നിലയിൽ ഹി ഈസ് സിൻസിയർ, സത്യസന്ധനാണ്, ലോയൽ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്, ആൻഡ് ഡെഡിക്കേറ്റഡ്, വളരെ ഡെഡിക്കേഷനുള്ള ഹ്യൂമൻ ബീങ് ആണ്. നോക്കിക്കേ, ഹി ഈസ് ഓണസ്റ്റ്, ഡിലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. He, as an employee, he is honest, diligent and hardworking. As a human being, he is sincere, loyal and dedicated. Though he works as a main officer in the bank, he has never got the salary he deserves. അദ്ദേഹം ഒരു മെയിൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന സാലറി അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഹി നെവർ കംപ്ലൈൻസ്. അദ്ദേഹം ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ഡ്യൂറിങ് ഹിസ് 30 years of service, he has never become disloyal to his work. തൻ്റെ 30 വർഷത്തെ സേവനത്തിനിടയ്ക്ക് അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ജോലിയോട് ഡിസ്ലോയൽ ആയിട്ടില്ല. Okay, he is honest, diligent and hardworking employee. He is a sincere, loyal and dedicated human being. Though he works as a main officer in the bank, he has never got the salary he deserves. He has never complained, and during his 30 years of work, he has never become disloyal to his work. Salary കുറവാണെങ്കിലും തൻ്റെ ജോലിയോട് അദ്ദേഹം ഒരിക്കലും ഡിസ്ലോയൽ ആയിട്ടില്ല. His family consists of, വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുന്ന സെൻറ്റൻസ് ആണ്. His family consists of his wife Martha, his son John and his daughter Evie. His family consists of his wife Martha, his son John and his daughter Evie. And he named his son after John Gresham, and it shows his love and loyalty to his boss. തൻ്റെ മകന് പേരിട്ടിരിക്കുന്നത് ജോൺ ഗ്രേഷമിൻ്റെ പേരാണ്. നമ്മൾ പറയുക നെയിമിങ് ആഫ്റ്റർ എന്നാ പറയുക. He named his son after his boss John Gresham, which shows his love and loyalty to his boss. അപ്പോൾ പോയിന്റ് നോക്കിക്കേ, his family consists of Martha, his wife, John his son and Evie his daughter, and he named his son after John Gresham, his boss, and this shows his love and loyalty to his boss. When he comes to know about the misappropriations of the bank, ബാങ്കിലെ മിസ്അപ്രോപ്രിയേഷൻസ്, നമ്മൾ കഥ എഴുതണ്ട ശരിക്കും ക്യാരക്ടർ സ്കെച്ചിൽ. ഇവിടെ നമുക്ക് കഥയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത കാണിക്കാൻ പറ്റൂ. അതുകൊണ്ട് കഥയിലെ മെയിൻ ഇവൻറ്റ്സ് എഴുതി വെക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ക്യാരക്ടർ ക്വാളിറ്റി ലൈം ലൈറ്റിൽ കൊണ്ടുവരികയാണ്. അല്ലാതെ കഥ എഴുതരുത്, കഥയല്ല ക്യാരക്ടർ സ്കെച്ച്. When he comes to know about the misappropriation in the bank, he asks Gresham to close the bank. ഗ്രേഷമിനോട് ബാങ്ക് ക്ലോസ് ചെയ്യാൻ പറയുന്നു. ഗ്രേഷം റിജക്ട്സ്. He informs the concerned people. അദ്ദേഹം അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുന്നു, കൺസേൺഡ് പീപ്പിളിനെ അറിയിക്കുന്നു. The issue becomes serious and the newspapers report it. ഇഷ്യൂ സീരിയസ് ആവുന്നു, ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. Baldwin feels it unnecessary to reveal things to the papers. ന്യൂസ് പേപ്പേഴ്സിനോട് കാര്യം റിവീൽ ചെയ്യുന്നത് അൺനെസസറി ആണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. ഹി ഈസ് നോട്ട് ആഫ്റ്റർ ഫെയിം. അദ്ദേഹം ഫെയിമിന് പുറകെ പോകുന്നില്ല. ആൻഡ് ഹി ഓൾസോ ഗെറ്റ്സ് ബ്ലെയിംഡ്. അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുകയാണ്.
He knows that he is true to himself and he doesn't want to prove it before anybody other than to himself and to God. താൻ ട്രൂ ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. So he doesn't want to prove it before anybody other than to himself and God. തന്നോടും ദൈവത്തോടും അല്ലാതെ വേറെ ആരോടും അദ്ദേഹത്തിന് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ആ പോയിന്റ് ഒന്നുകൂടെ നോക്കുക. When he comes to know about the misappropriations in the bank, he asks Gresham to shut down the bank, to close down the bank. When he rejects, he informs the concerned people, and the issue becomes serious and the newspapers report it. But Robert Baldwin considers informing newspapers or talking to newspapers as unnecessary. So he also gets blamed, but he knows that he is true to himself and he doesn't want to prove it before anybody other than to himself and to God. The strength of Baldwin's honesty is evident and Mr. Gresham calls for him. Mr. Gresham അദ്ദേഹത്തെ വിളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ക്വാളിറ്റി എവിഡൻ്റ് ആവുകയാണ്. Mr. Gresham requests Baldwin to say just 3 words, I don't remember, to escape from the crime. ക്രൈമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി 3 words, I don't remember എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. And he offers him $100,000 as a reward for it. അതിന് റിവാർഡായിട്ട് $100,000 ഓഫർ ചെയ്യുന്നു. Though everyone tries to make Baldwin accept the money, he remains true to himself. എല്ലാവരും ബാൾഡ്വിനെ കൊണ്ട് ഈ പൈസ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അദ്ദേഹം ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നു. നോക്കിക്കേ, ദ സ്ട്രെങ്ത് ഓഫ് ബാൾഡ്വിൻസ് ഓണസ്റ്റി ഈസ് എവിഡൻറ്റ്. നമുക്ക് എടുത്തറിയാൻ പറ്റും when Mr. Gresham calls for him. Mr. Gresham asks him to say just 3 words, I don't remember, and offers him $100,000 as a reward for it. But everyone tries to make Baldwin accept the money. He remains truthful. He keeps the issue away from even the family members. Family members നോട് പോലും ഇഷ്യൂ പറയില്ല. When his family comes to know about the offer from Gresham, they get excited and they try to persuade him to accept the money by saying that he deserves the money. When the family comes to know about the offer, അവരുടെ ഓഫറിനെ പറ്റി അറിയുമ്പോൾ they try to persuade him to accept the money. അദ്ദേഹത്തെ പെർsuade ചെയ്യാൻ ശ്രമിക്കുക പണം വാങ്ങാൻ, by saying that he deserves the money. ആ പണം താങ്കൾ അർഹിക്കുന്നു, താങ്കൾ ഇത്രയും കാലത്തെ കുറഞ്ഞ സാലറിക്ക് താങ്കൾ അർഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പെർsuade ചെയ്യും. But he discards their interest since it is against his self conscience. തൻ്റെ സെൽഫ് കോൺഷ്യൻസിന്, തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായതുകൊണ്ട് അദ്ദേഹം അവരെ അപ്സെറ്റ് ചെയ്യും. He can be called a family man since he listens to other members and he cares for them. He listens to his family members and he cares for them. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊരു ഫാമിലി മാൻ എന്ന് വിളിക്കാം. നോക്കിക്കേ, he keeps the issue away from his family members, and when his family comes to know about the offer, they persuade him to accept the money, saying that he deserves the money. But he discards their interest since it is against his self-conscience. And he can be called a family man because he listens to them and he cares for them. A man in his middle ages, Mr. Baldwin has never wavered off his virtues. തൻ്റെ മധ്യവയസ്സിലുള്ള ബാൾഡ്വിൻ ഒരിക്കലും തൻ്റെ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. A man in his middle ages, Mr. Baldwin has never wavered off his virtues. His personality is deep rooted in a set of principles. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിൽ ഡീപ്പ് റൂട്ടഡ് ആണ്, ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. He never compromises with his morality. തൻ്റെ മൊറാലിറ്റിയോട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്നില്ല, തൻ്റെ ധാർമ്മികതയോട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യുന്നില്ല. He never wants to destroy the personality that he has kept throughout his life, even for such amount of money. ഇത്രയും വലിയൊരു തുകയ്ക്ക് വേണ്ടി പോലും തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രയും നാൾ കീപ്പ് ചെയ്ത പേഴ്സണാലിറ്റി നശിപ്പിക്കാൻ അദ്ദേഹം തയ്യാറല്ല. He wants to go to his grave clean. തൻ്റെ ഗ്രേവിലേക്ക് വളരെ ക്ലീനായിട്ട് പോകാനാണ്, തൻ്റെ ശവകുടീരത്തിലേക്ക് സത്യസന്ധനായിട്ട് മടങ്ങണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ ക്യാരക്ടർ സ്കെച്ചിൽ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ മാൻ ഇൻ ഹിസ് മിഡിൽ ഏജസ്, മിസ്റ്റർ ബാൾഡ്വിൻ ഹാസ് നെവർ വേവ്ഡ് ഓഫ് ഹിസ് വെർച്യൂസ്. ഹിസ് പേഴ്സണാലിറ്റി ഈസ് ഡീപ്പ് റൂട്ടഡ് ഇൻ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഹി നെവർ കോംപ്രമൈസസ് വിത്ത് ഹിസ് മൊറാലിറ്റി. തൻ്റെ ധാർമ്മികത അദ്ദേഹം കോംപ്രമൈസ് ചെയ്യില്ല. ഹി നെവർ വാണ്ട്സ് ടു ഡിസ്ട്രോയ് ദ പേഴ്സണാലിറ്റി ഹി ഹാസ് കെപ്റ്റ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് even for such a huge money. അത്രയും വലിയൊരു പണത്തിന് വേണ്ടി പോലും അദ്ദേഹം നശിപ്പിക്കാൻ തയ്യാറല്ല. He wants to go to his grave clean. തനിക്ക് തൻ്റെ ഗ്രേവിലേക്ക് ക്ലീൻ ആയിട്ട് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. And towards the end of the play we understand that Baldwin is right. He gets rewarded. Baldwin is rewarded for his brain and moral character. When he loses his job, he gets a better job in a different bank. Okay, towards the end of the play we understand that Baldwin is right and he gets rewarded with a job in Mr. Marshall's Third National Bank. അദ്ദേഹത്തിൻ്റെ തേർഡ് നാഷണൽ ബാങ്കിൽ ജോലി കിട്ടുന്നു. ദോ ഹി ഈസ് മിഡിൽ ഏജ്, മധ്യവയസ്കനായിട്ടും മിസ്റ്റർ മാർഷൽ ചൂസസ് ഹിം ആസ് ആൻ എംപ്ലോയി ഫോർ ഹിസ് സിൻസിറിറ്റി, ആസ് എ റിവാർഡ് ഫോർ ഹിസ് സിൻസിറിറ്റി. ഇദ്ദേഹത്തിൻ്റെ സിൻസിറിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം മിഡിൽ ഏജ് ആയിട്ടും മിസ്റ്റർ മാർഷൽ ഇദ്ദേഹത്തെ എംപ്ലോയി ആയിട്ട് ചൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബാൾഡ്വിൻ ഈസ് റൈറ്റ്
he is rewarded, virtue is rewarded. When he loses his job, he gets a better job in a different bank. He gets a job in Mr. Marshall's Third National Bank. Though Baldwin is middle-aged, Mr. Marshall chooses him as an employee owing to his sincerity. അദ്ദേഹത്തിന് സിൻസിറിറ്റിക്കുള്ള സമ്മാനമായിട്ടാണ്. ഗോഡ് ഓൾവേസ് ടേക്സ് കെയർ ഓഫ് പീപ്പിൾ ഹു കെയർ ഫോർ വാല്യൂസ്. ആരാണോ വാല്യൂസിനെ കെയർ ചെയ്യുന്നത് അവരെ ദൈവം നോക്കും, ദൈവം സംരക്ഷിച്ചോളും. ഗോഡ് ഓൾവേസ് ടേക്സ് കെയർ ഓഫ് പീപ്പിൾ ഹു ലിവ് എ ലൈഫ് ഓഫ് വാല്യൂസ്. മിസ്റ്റർ റോബർട്ട് ബാൾഡ്വിൻ is a true example for an ideal human being. അത്തരത്തിൽ God always takes care of people who lead a life of values, and Mr. Robert Baldwin is an example for such an ideal human being. അത്ര ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന് എക്സാമ്പിൾ ആണ് മിസ്റ്റർ ബാൾഡ്വിൻ. Is he virtue being rewarded in the end? അവസാനം വിർച്യു റിവാർഡഡ് ആവും. അപ്പോൾ ഇതാണ് റോബർട്ട് ബാൾഡ്വിൻ്റെ ക്യാരക്ടർ. അത്യാവശ്യം എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ലെങ്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നാം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് തന്നെ കുറവാണ്, കാരണം ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഫ്രം തേർഡ് യൂണിറ്റ് ഓൺവേർഡ്സ് 3 L's ഓഫ് എംപവർമെൻറ്റിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും ഒറ്റ ആൻസേഴ്സ് ഒക്കെ വെച്ചേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒരു ജനറൽ എസ്സേ ആ യൂണിറ്റ് ബേസ് ചെയ്ത് വരുന്നതല്ലാതെ ഇനി അങ്ങോട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് അധികം പഠിക്കാനില്ല. പക്ഷേ ആദ്യത്തെ 2 യൂണിറ്റുകൾ വളരെ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ആശംസകൾ നേരുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യുക, ഓണപരീക്ഷ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം ഇംഗ്ലീഷിന് സമയം തികയുമോ, പഠിച്ചിട്ടെഴുതിയ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പരീക്ഷയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.